നിങ്ങൾ ഏത് ക്ഷേത്രം നോക്കുകയാണെങ്കിലും അവിടെ മഹാദേവൻ. ഇപ്പോൾ നോക്കൂ, ഞാൻ തന്നെ ഇവിടെ നമ്മൾ എത്രയൊക്കെ ക്ഷേത്രം എന്ന് പറയുകയാണെങ്കിലും നമുക്ക് ദ്രാവിഡമായിട്ടുള്ളൊരു ആരാധനാ രീതി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ പാരമ്പര്യത്തിൽ. കേരളം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചത് മുഴുവൻ നാഗങ്ങളെ കുറിച്ചായിരുന്നു. ഇവിടെ അടുത്ത് പോർക്കളങ്ങാട് അമ്പലത്തിൽ അഷ്ടനാഗ ക്ഷേത്രം. ഇപ്പം ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഭദ്രകാളിയെക്കുറിച്ചാണ്. ഇവർ രണ്ടുപേരുമാണ് കേരളത്തിൻ്റെ അടിസ്ഥാന ദേവതകൾ. കേരളം ആരുടെ ഭൂമി എന്ന് വെച്ചാൽ ഒന്ന് നാഗഭൂമി, ഒന്ന് ദേവിയുടെ ഭൂമി, ശാക്തേയ ഭൂമിയാണ്. ഇപ്പം ഭദ്രകാളി ക്ഷേത്രങ്ങൾ എന്ന രീതിയിൽ നമ്മൾ ഇന്ന് വിളിക്കപ്പെടുന്ന അതിൻ്റെ ആദ്യകാലത്തെ പേര് ഇന്നും ഈ പോസ്റ്ററിൽ പോലും ഉണ്ട്. ക്ഷേത്രം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നതിന് മുമ്പ് ഇത് കാവുകൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു. കാവ് ക്ഷേത്രമായിട്ട് മാറുന്ന കാലഘട്ടമാണ്. അതൊരിക്കലും മോശം കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, നല്ലതാണ്. ഒരു ടെംപ്ലേറ്റ് വരുന്നത് ഇവിടെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭഗവതി വിളിക്കുന്നത് പോലും കാവിലമ്മ എന്നാണ്. ഭദ്രകാളിയുടെ വിധാനങ്ങൾ പ്രധാനമായിട്ടുള്ളതിൽ 3. ഒന്ന്, മഹിഷാസുരനെ കൊന്ന ഭാവം, മഹിഷാസുര ചിത്ത് എന്ന് വിളിക്കും. 2, ദക്ഷനെ കൊന്ന ഭാവം. നിങ്ങൾക്കറിയാം, ഭഗവതി പണ്ട് അപ്പോൾ കൊട്ടിയൂരൊക്കെ കഴിഞ്ഞ സമയമാണ്. ദക്ഷൻ്റെ യാഗസമയത്ത് ദക്ഷൻ്റെ യാഗം നശിപ്പിക്കാനായിട്ട് ഭഗവാൻ തൻ്റെ ജടയിൽ നിന്ന് ഭദ്രകാളിയും വീരഭദ്രനെയും ജനിപ്പിച്ചു എന്ന് കഥയുണ്ട്. അതാണ് 2ാമത്തെ സങ്കല്പം. 3 കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കഥ. ഏത്? ദാരികനെ വധിക്കാനായിട്ട് ജനിച്ച ഭഗവതി, ദാരിക ചിത്ത്. ഇവിടെയൊക്കെ ആ ഭാവത്തിൽ അമ്മ ആരാധിക്കുന്നത്. ഈ ദാരിക ചിത്തിൽ തന്നെ വേറൊന്നും കൂടി ഉണ്ട്. രുരു എന്ന് വിളിക്കപ്പെടുന്ന, രുരു ചിത്ത് എന്ന് വിളിക്കപ്പെടുന്ന, രുരു എന്ന് പറയുന്ന ഒരു അസുരനെ കൊന്ന ഭാവം. ഇന്ന് നമ്മൾ ദാരികാവധം കഥ പറയുന്ന പല ക്ഷേത്രങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ പൂജ നടക്കുന്നത് രുരു എന്ന് പറയുന്ന അസുരനെ വധിച്ച ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ അടിസ്ഥാനമാണ് ഭദ്രകാളി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാതിരിക്കരുത്, കേരളത്തിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് ഭഗവതി കാവുകളായിരുന്നു. നമുക്കൊന്ന് ഇവിടെ അമ്മയുടെ കലശം നടക്കുന്നതുകൊണ്ടും അമ്മയുടെ രൂപം ഭദ്രകാളി ആയതുകൊണ്ടും ആ 13 കാവുകളെക്കുറിച്ച് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും. നിങ്ങൾക്ക് അറിയാവുന്ന കാവുകളാണ്. നമ്മളിരിക്കുന്നത് തൃശ്ശൂർ ആയതുകൊണ്ട് ഈ 13 കാവുകളിൽ ഒരു ക്ഷേത്രം മാത്രമാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ഏതാ? നിങ്ങളാണ് പറയേണ്ടത്. പോട്ടെ, നമുക്ക് മുകളിൽ നിന്ന് ആദ്യം വരാം. തൃശ്ശൂർ എത്തുമ്പോഴേക്കും പറഞ്ഞാൽ മതി കേട്ടോ. കാസർഗോഡ് ആരോ പറയുന്നുണ്ട്, അത് ശരിയായിട്ടുള്ള ഉത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്ന് ആരോ പറഞ്ഞു. എന്തായാലും നന്നായി, താങ്ക് യു. കാസർഗോഡ് നീലേശ്വരത്ത് മന്നംപുറത്ത് കാവ് ഭഗവതി ക്ഷേത്രം. കണ്ണൂർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അമ്പലമാണ്. ഇന്നിപ്പോൾ എല്ലാവരും കേരളത്തിലെ രാഷ്ട്രീയത്തിലുള്ള ആളുകൾ പോലും ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട് പോയി നമസ്കരിക്കുന്ന സ്ഥലം. പല ആൾക്കാർക്കൊന്നും അങ്ങനെ പറഞ്ഞറിയില്ല. ചിക്കൻ പ്രസാദമായിട്ട് കിട്ടുന്ന അമ്പലം, അതറിയാം. മാടായിക്കാവ് കണ്ണൂർ ജില്ലയിൽ. കളരുവാതുക്കൽ ഭഗവതി ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ. മാമാനിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ. തിരുവഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രം കൂത്തുപറമ്പ് കണ്ണൂർ ജില്ലയിൽ. കളിയാംവള്ളിക്കാവ് വടകര കോഴിക്കോട്. കൊല്ലം എന്ന് വിളിക്കുന്നത് കൊല്ലം ജില്ലയല്ല, കോഴിക്കോട് ഒരു കൊല്ലമുണ്ട്, അവിടെ ഒരു പിഷാരിക്കാവ് ഭഗവതി ക്ഷേത്രം. പ്രസിദ്ധമായിട്ടുള്ള സാമൂതിരിയുടെ തറവാട്ടമ്പലമായിട്ടുള്ള വളയനാട് കാവ് ഭഗവതി ക്ഷേത്രം. ഇതൊക്കെ കോഴിക്കോടാണ്. മലപ്പുറത്തും ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഞാൻ നേരത്തെ കോട്ട് ചെയ്തു, സാക്ഷാൽ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. പാലക്കാട്, അത് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ അടുത്താണ്. എനിക്ക് തോന്നുന്നു തിരുമാന്താംകുന്ന് നിങ്ങൾക്ക് വരുന്നതിനേക്കാൾ കുറച്ചുകൂടെ അടുത്തുള്ള 13 കാവുകളിൽപ്പെട്ട ഒരു അമ്പലം ഇവിടെ അടുത്തുണ്ട്. പാലക്കാട് പട്ടാമ്പി അടുത്ത് കൊടിക്കുന്നത്ത് കാവ് ഭഗവതി ക്ഷേത്രം 13 കാവുകളിൽപ്പെട്ടതാണ്. തൃശ്ശൂരായി സാക്ഷാൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, അത് 13 കാവുകളിൽ വരുന്ന. ഈ 13 കാവുകളുടെയും അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്ന ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. കഴിഞ്ഞില്ല, പത്തനംതിട്ടയിൽ പനയനാർക്കാവ് ഭഗവതി ക്ഷേത്രം. 6:30 അമ്പലം അടയ്ക്കണ സ്ഥലമാണ്. ഞാനവിടെ പ്രഭാഷണത്തിന് പോയപ്പോൾ പറഞ്ഞു, ഞാൻ പ്രഭാഷണം കഴിഞ്ഞിട്ട് വന്നിട്ട് തൊടാം, ദീപാരാധന കഴിഞ്ഞ് അമ്പലം അടയ്ക്കുക, അത്രയ്ക്ക് രൗദ്രതയാണ്. ഈ കള്ളിയങ്കാട്ട് നീലിക്ക് അഭയം കൊടുത്ത ക്ഷേത്രം എന്നാണ് കത്തനാർ വന്ന സമയം. അമ്മയെന്ന് വിളിച്ചു അത്രേ. അമ്മയെന്ന് വിളിച്ചപ്പോൾ യക്ഷിക്ക് പോലെ അഭയം കൊടുത്തു എന്നാണ്. ഏറ്റവും അവസാനമായിട്ട് പത്തനംതിട്ട തിരുവല്ല തന്നെയുള്ള മുത്തൂർ കാവ് ഭഗവതി ക്ഷേത്രം. ഇങ്ങനെ 13 കാവുകളുണ്ട് കേരളത്തിൽ. ആ കാവിലിരിക്കുന്നത് ഭദ്രകാളിയാണ്. ആ ഭദ്രകാളിയാണ് കേരളത്തിൻ്റെ അടിസ്ഥാന ദേവത. ആ അടിസ്ഥാന ദേവതയെ തന്നെ ഇവിടെ നമ്മൾ ആരാധിക്കുന്നത് അമ്മയായിട്ട്. നമ്മുടെയൊക്കെ അമ്മ. ബാക്കിയുള്ളവരൊക്കെ പിന്നീട് വന്നതാണ്, ഇൻക്ലൂഡിങ് ഗുരുവായൂരപ്പൻ. സ്വന്തം സ്ഥലം ഭഗവാന് വിട്ടുകൊടുത്ത് മഹാദേവൻ മമ്മിയൂർക്ക് മാറിയിരുന്നു. എനിക്ക് എൻ്റെ സ്ഥലത്തുനിന്ന് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഭഗവാന്റെ ഇടതുഭാഗത്ത് ചെന്നിരുന്നോളാന്ന് പറഞ്ഞു. ഇടതുഭാഗത്തുള്ള പ്ലാവിൻ്റെ ചുവട്ടിൽ പോയിരുന്നു. ഇടത്തരികത്ത് കാവ് ഭഗവതിയായിട്ട് മാറി അല്ലേ? അവിടെയും കാവ് എന്നുള്ള സങ്കല്പമുണ്ട്. കാവലായി നിൽക്കുന്നതാണ് കാവ് എന്നാണ് ഒരു മനോഹരമായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ കേട്ടത്. പക്ഷെ നമുക്കൊക്കെ രക്ഷ തരുന്ന സ്ഥലം, നമ്മളെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലം, പ്രകൃതിയോട് ഇണങ്ങിയ ആരാധനാ കേന്ദ്രം എന്നതിന് വേറെ ഭാഗമുണ്ട്, അതിനർത്ഥമുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഫിലോസഫിക്കൽ അർത്ഥം തോന്നിയത് കാവലായിട്ട് നമുക്ക് എപ്പോഴും വർത്തിക്കുന്ന സ്ഥലമാണ് അത്ര കാവ്.
ഒരു നാടിൻ്റെ കാവ് എന്ന് പറഞ്ഞാൽ ആ നാടിന് മുഴുവൻ കാവലാണ്. ഈ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവാണ്. ആ അമ്മയുടെ കലശാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഞാൻ പറഞ്ഞ പോലെ മാനിഫെസ്റ്റ് ചെയ്യുക. അമ്മ ഏറ്റവും കൂടുതൽ ചൈതന്യത്തോടു കൂടി ഇനി എത്ര കാലം നമുക്കറിയില്ല അടുത്തൊരു കലശം എപ്പോഴാണ് നടക്കാൻ പോണേന്നുള്ളത്. അത്രയും സമയം അമ്മയുടെ പൂർണ്ണ തോതിലുള്ള തേജസ് ഇവിടെ ഉണ്ടാവണേ. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പം ഈ ചെയ്യുന്നൊരു ഡെപ്പോസിറ്റാണ്. അതാണ് കലശത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹാത്മ്യം. ഇത് തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഡെപ്പോസിറ്റാണ് കലശം. ഇനി അടുത്ത കലശം വരെ ഈ കൊടുക്കുന്ന ചൈതന്യം വെച്ചാണ് ഭഗവതി ഈ ഭൂമിയിൽ ഇരിക്കുന്നത്.